ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് തർക്കത്തിൽ ഇനിയും പ്രതിസന്ധി മാറാതെ മഹാസഖ്യം. കോൺഗ്രസ് നിലപാടിനെതിരെ തുറന്നടിച്ച് സഖ്യകക്ഷികൾ രംഗത്തെത്തി. അതേസമയം 25 മണ്ഡലങ്ങളിൽ അസദുദ്ദീൻ ഒവൈസിയുടെ AIMIM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. സീറ്റ് വിഭജനത്തിൽ മഹാസഖ്യത്തിൽ മഹാപ്രതിസന്ധി. രണ്ടാം ഘട്ടത്തിലേക്കുള്ള സീറ്റ് വിഭജനം പൂർത്തിയാക്കാൻ സഖ്യത്തിന് ഇനിയും കഴിഞ്ഞിട്ടില്ല. രണ്ടാം ഘട്ടത്തിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. ചില മണ്ഡലങ്ങളിൽ സൗഹൃദ മത്സരമെന്ന കോൺഗ്രസ് വാദത്തെ എതിർത്ത് സഖ്യത്തിലെ മറ്റു പാർട്ടികൾ രംഗത്തെത്തി. ബീഹാറിൽ RJDയുടെ സ്വാധീനം കോൺഗ്രസ് തിരിച്ചറിയണമെന്ന മുതിർന്ന CPIM നേതാവും മുൻ കേന്ദ്ര കമ്മിറ്റി അംഗവുമായ അശോക് കുമാർ മിശ്ര 24നോട് പ്രതികരിച്ചു. It is not good, but I think that Congress should reconsider its position because I think that Congress also realized that it is the RJD that is the biggest force in Bihar. Only along with RJD they can get seats, otherwise they will lose. So they should realize it. PCC അധ്യക്ഷൻ രാജേഷ് റാം മത്സരിക്കുന്ന മണ്ഡലത്തിൽ RJD സ്ഥാനാർത്ഥിയെ നിർത്തിയതിലും കോൺഗ്രസിന് കടുത്ത അതൃപ്തിയുണ്ട്. അതൃപ്തി തുടരുന്ന ഘട്ടത്തിൽ പ്രചരണത്തിനായി മുതിർന്ന നേതാക്കൾ ബീഹാറിലേക്ക് എത്തുമോ എന്ന കാര്യത്തിലും സംശയമുണ്ട്. സീറ്റ് വിഭജനം പൂർത്തിയാക്കിയ NDA ഇതിനോടകം തന്നെ പ്രചരണം ഊർജിതമാക്കി. ഈ മാസം 24-ന് പ്രധാനമന്ത്രി ബീഹാറിലെത്തും. സമസ്തിപൂരിലും ബെഗുസരായിലും നടക്കുന്ന റാലികളോടെ NDA പ്രചരണം ശക്തമാകും. മത്സരം സൗഹൃദം തന്നെയെന്ന് കോൺഗ്രസ് ആവർത്തിക്കുമ്പോഴും അത് നല്ലതിനല്ലെന്ന നിലപാടിലാണ് മഹാസഖ്യത്തിലെ മറ്റു നേതാക്കൾ. ദേശീയ തലത്തിൽ തന്നെ സഖ്യത്തിന്റെ കെട്ടുറപ്പിനെ നിലവിലെ പ്രതിസന്ധി ബാധിക്കുമോ എന്ന ആശങ്കയുമുണ്ട്. പട്നയിൽ നിന്ന് ക്യാമറാമാൻ ജിജീന്ദറിനൊപ്പം വിനീത VG 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.